Now let us see about this broaching operations. Okay. കണ്ടോ ഇതാണ് ബ്രോച്ചിങ് ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു ബ്രോച്ചിങ് ടൂളായത്. ആ ടൂളിൻ്റെ മേലെ ഒരുപാട് നമുക്ക് ഇത് കാണാൻ പറ്റും. അതൊരു അസെൻഡിങ് ഓർഡറിലാണ് ഉണ്ടാവുക. മുകളിലോട്ട് പോകുന്നതും ടൂളിൻ്റെ തിക്നെസ് കൂടി കൂടി വന്നിരിക്കുന്നതായി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതങ്ങനെ താഴോട്ടൊക്കെ പോകുന്ന സമയത്ത് ആ വർക്ക് പീസിനകത്ത് അത് ഒരുപാട് കീ സ്ലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ദ മെയിൻ പർപ്പസ് ഓഫ് ബ്രോച്ചിങ് ഈസ് ഫോർ പ്രൊഡ്യൂസിങ് കീ വേസ് ഇൻസൈഡ് ദി ഇന്നർ ഡയമീറ്റർ ഓഫ് ദി വർക്ക് പീസ്. കണ്ടോ? സർക്കുലർ ഷേപ്പാണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. ഇപ്പോൾ സർക്കുലർ ഷേപ്പ് മാറിയിട്ട് അവിടെ കുറച്ച് കീ സ്ലോട്ട് മാറി വന്നിട്ട് കാണാം. കണ്ടില്ലേ? സോ ഈ പർപ്പസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രോച്ചിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് ബ്രോച്ചിങ് ടൂൾ. ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടോ? ഇതാണ് നമ്മൾ ഇതാണ് ബ്രോച്ചിങ് ടൂൾ. ഈ ബ്രോച്ചിങ് ടൂൾ അങ്ങനെ പോയിട്ടാണ് അവിടെ വർക്ക് പീസിൻ്റെ അകത്ത് ഒരു നമ്മൾ കീ സ്ലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ? ഇവിടെ കാണുന്നില്ലേ? നിങ്ങൾ കീ കാണുന്നില്ലേ? ഇവിടെ തന്നെ ഇതേമാതിരി കീ വേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. See, after broaching operations, you can see this key slot here. കണ്ടില്ലേ? See, figure shows this. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ബ്രോച്ചിങ് ടൂളായത്. ഇതാണ് ബ്രോച്ചിങ് ടൂള്. ഈ ബ്രോച്ചിങ് ടൂളിൻ്റെ സഹായത്തോടു കൂടിയാണ് കീവേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് us see. സോ എന്താണ് ബ്രോച്ചിങ്? ബ്രോച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് മെഷീനിങ് എ surface with a special multi-point cutting tool called broach. ഇതാണ് ആ multi-point cutting tool. ഇതാണ് വർക്കിംഗ്. Here first we hold the workpiece in a fixture firmly and then pulling or pushing the broach tool forcefully on it. The sharp tooth of broach penetrates in the workpiece and remove the material in the form of chips. ഇവിടെ ജസ്റ്റ് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്. അവിടെ ഒരു തന്നെ ബ്രോച്ചിങ് ടൂള്, അത് വർക്ക് പീസ്, അതാണ് എന്താണ് കട്ടിങ് എഡ്ജാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ ബ്രോച്ചിങ് ഈസ് അപ്ലൈഡ് ഫോർ പ്രൊഡ്യൂസിങ് കീവേ ഇൻ എ ഹോൾ. കീവേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ബ്രോച്ചിങ് ഉപയോഗിക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ബ്രോച്ചിങ് പ്രൊവൈഡ് ഹൈ അക്യുറസി, പിന്നെ സെമി സ്കിൽഡ് വർക്കർ ക്യാൻ പെർഫോം ബ്രോച്ചിങ് ഓപ്പറേഷൻസ്. ഓക്കെ, ഇത്രയും എഴുതിയാൽ മറ്റേ ബ്രോച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ. നെക്സ്റ്റ്, എന്താണ് ഗ്ലേസിങ്, എന്താണ് ലോഡിങ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. വാട്ട് ഇസ് മീൻ ബൈ ഗ്ലേസിങ്? ഗ്ലേസിങ് ഓഫ് എ വീൽ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ഫേസ് ഓർ കട്ടിംഗ് എഡ്ജ് appears like a glass structure. Due to the continuous work of grinding wheel, abrasives have become dull, 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 and worn down, worn, down. Thus, glazes will form on the face of the grinding wheel, which increases the smoothness of wheel face and decreases its cutting capacity. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രൈൻഡിങ് വീല്. ഈ ഗ്രൈൻഡിങ് വീല് ഓൾറെഡി ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് അബ്രാസീവ് പാർട്ടിക്കിൾസ് ഇവിടെ കാണാൻ പറ്റും. എന്നാൽ ഡ്യൂറിങ് ദി കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ദിസ് ഗ്രൈൻഡിങ് വീൽ, അപ്പോൾ ഈ അബ്രാസീവ് പാർട്ടിക്കിൾസ് എല്ലാം ബിക്കംസ് ഡൾ ആൻഡ് ഇറ്റ് വിൽ ഫോൾ ഡൗൺ. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഫോൾ ഡൗൺ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ ആഫ്റ്റർ സം ടൈം ഇവിടെ എന്ത് ചെയ്യും, ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിനവിടെ ഗ്രൈൻഡിങ് വീലിൻ്റെ ഫേസ് ഇവിടെ ഒരു സ്മൂത്ത് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പാർട്ടിന് പറഞ്ഞ പേരാണ് ഗ്ലേസിംഗ് പാർട്ട് എന്നാണ് പറയുക. ഗ്ലേസിംഗ് പാർട്ട്. ഓക്കെ, സോ ഡ്യൂ ടു ദി കണ്ടിന്യൂസ് വർക്ക് ഓഫ് ദി ഗ്രൈൻഡിങ് വീൽ, abrasives have becomes dull and worn out. Thus, glazes will form on the face of the grinding wheel, which increases the smoothness of wheel face and decreases the cutting capacity. അപ്പോൾ ഗ്ലേസസ് ഫോം ചെയ്താൽ കട്ടിംഗ് കപ്പാസിറ്റി കുറയും. കാരണം അബ്രാസീവ്സ് പാർട്ടിക്കിൾസ് അവിടെ ഇല്ല. അബ്രാസീവ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കട്ടിങ് നടക്കുകയുള്ളൂ. സോ ഗ്ലേസിംഗ് പാർട്ട് മാത്രമാകുമ്പോൾ അബ്രാസീവ് പാർട്ടിക്കിൾസ് അവിടെ ഇല്ല. സോ ഇറ്റ് ഡിക്രീസസ് ദി കട്ടിംഗ് കപ്പാസിറ്റി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വീൽ ലോഡിംഗ്? വീൽ ലോഡിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി while performing machining operation, the particles of workpiece material adhere in the space between the abrasive grains on the grinding wheel, which result in the loading of grinding wheel. Thus, cutting efficiency increases
grinding wheel efficiency also increases. Wheel loading can be defined as the while performing machining operation, the particles of workpiece material adhere in the space between abrasive grains. അതായത് നമ്മൾ ഈ ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ മെറ്റീരിയൽസ് ലൈക്ക് അലൂമിനിയം, കോപ്പർ ഇതൊക്കെ ആവാം. അപ്പോൾ അതിനെ ഇത് ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഈ വർക്ക് പീസ്, അതായത് അലൂമിനിയം, കോപ്പർ, ലെഡ് എന്ന് പറയുന്ന ആ വർക്ക് പീസിൻ്റെ മേലെ നിന്ന് ഈ ചിപ്സ് വരുമല്ലോ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത്, സ്മോൾ പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസ് പോയിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള അബ്രാസീവ് ഗ്രെയിൻസിന് ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് അഡയർ ചെയ്യും, ഒട്ടിപ്പിടിക്കും, ADHER ഒട്ടിപ്പിടിക്കും. അങ്ങനെയുള്ള സമയത്ത് ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ മേലെ ഒരു എക്സ്ട്രാ ലോഡിംഗ് ആണ് വരുന്നത്. സോ അതാണ് നമ്മൾ വീൽ ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ എക്സ്ട്രാ മെറ്റീരിയൽസ് ഇവിടെ വരികയും അത് ഉപയോഗിച്ചിട്ട് ഗ്രൈൻഡിങ് വീല് കൂടുതൽ ശക്തി പ്രാപിച്ചിട്ട് കൂടുതൽ മെറ്റീരിയൽസിനെ ഈ വർക്ക് പീസിൻ്റെ മേലെ റിമൂവ് ചെയ്തിട്ട് അവിടെ കൂടുതൽ സർഫസ് ഫിനിഷ് കൊടുക്കുകയും ആ സമയത്ത് ഗ്രൈൻഡിങ് വീലിൻ്റെ എഫിഷ്യൻസി കൂടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ അതാണ് വീൽ ലോഡിംഗ്. ഓക്കെ, വീൽ ലോഡിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി while performing in machining operation, the particles of workpiece material adhere in the space between abrasive grains on grinding wheel, which results the loading of grinding wheel. Thus, cutting efficiency increases, grinding wheel efficiency also increases. നെക്സ്റ്റ് നമ്മൾ ഹോണിങ് നമ്മൾ മുന്നേ പഠിച്ചിട്ടാണ്. ജസ്റ്റ് അതിൽ ഒരു 3 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ ഇത്ര എഴുതുന്നുണ്ട്. It is an abrasive machining process of removing stock means material, from the metallic surfaces by means of revolving honing tool that also reciprocate up and down inside the workpiece. അപ്പ് ആൻഡ് ഡൗൺ അത് മറ്റേ വെർട്ടിക്കൽ ഹോണിങ് മെഷീൻ്റെ കേസിലുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ചെയ്യുന്നത് സർഫസ് ഫിനിഷിങ് ചെയ്യുന്ന കാര്യമാണ്. ഇൻസൈഡ് ദി ബോറിൽ സർഫസ് ഫിനിഷിങ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് എൻ അബ്രാസീവ് മെഷീനിങ് പ്രോസസ് ഓഫ് റിമൂവിങ് സ്റ്റോക്ക് ഫ്രം മെറ്റാലിക് സർഫസസ് ബൈ മീൻസ് ഓഫ് റിവോൾവിംഗ് ഹോണിംഗ് ടൂൾ ദാറ്റ് ഓൾസോ റെസിപ്രോക്കേറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇൻസൈഡ് ദി വർക്ക് പീസ്. ഇനി ലാപ്പിംഗ് എന്താണ് 2 മാർക്കിന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ അബ്രാസീവ് മെഷീനിങ് പ്രോസസ് ഫോർ സർഫസ് ഫിനിഷ് ഓഫ് ഫ്ലാറ്റ് സർഫസസ്. ഓക്കെ, നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർ ഫിനിഷിംഗ് എന്താണെന്ന് പറയാം. അപ്പോൾ ലാപ്പിങ്ങും ഹോണിങ്ങും എല്ലായിടത്തും ഫിനിഷിംഗ് തന്നെയാണ്. ഇത് സൂപ്പർ ഫിനിഷിംഗ് ആണ്, ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഫിനിഷിംഗ് പ്രോസസ്സ്. It is suitable for producing surface of the highest class of finish. The external cylindrical surface can be super finished by rotating and reciprocating abrasive stones about the workpiece. It leads to the formation of cross-hatched pattern surface. Surfaces can be machined by rotating cup-shaped abrasive stones with the workpiece. അപ്പോൾ ഇതാണ് അബ്രാസീവ് സ്റ്റോൺസ് വിത്ത് വർക്ക് പീസ്. ഇതാണ് അബ്രാസീവ് സ്റ്റോൺസ്. ഈ അബ്രാസീവ് സ്റ്റോൺസ് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുകയും ചെയ്യും, അതിങ്ങനെ റൊട്ടേഷൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ വർക്ക് പീസിന് നന്നായിട്ട് സർഫസ് ഫിനിഷിംഗ് കൊടുക്കുന്നത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ഡ്യൂറിംഗ് ദി സൂപ്പർ ഫിനിഷിംഗ് ദ സൈസ് ഓഫ് ദി ചിപ്സ് ആർ വെരി സ്മോൾ. വളരെ സ്മോൾ ആയിട്ടുള്ള ചിപ്സ് ആണ് പുറത്തേക്ക് വരിക. സോ ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ പ്രൊഡ്യൂസിംഗ് a surface of the highest class of finish. The external cylindrical surface can be super finished by rotating and reciprocating abrasive stones about the workpiece. It leads to the formation of cross-hatch pattern surface. ഇത് അത്രയും ക്രോസ് ഹാച്ച് ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറയുമ്പോൾ അത്രയും സൂപ്പർ ഫിനിഷിംഗ് ആയിരിക്കും. സോ സർഫസസ് ക്യാൻ ബി മെഷീൻഡ് ബൈ റൊട്ടേറ്റിംഗ് കപ്പ് ഷേപ്ഡ് അബ്രാസീവ് സ്റ്റോൺസ് വിത്തിൻ വർക്ക് പീസ്. ഓക്കെ, ഡ്യൂറിംഗ് സൂപ്പർ ഫിനിഷിംഗ് ദ സൈസ് ഓഫ് ദി ചിപ്സ് ആർ വെരി സ്മോൾ. നെക്സ്റ്റ് ഇതിന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിസ്റ്റൺ റോഡ്, ഓട്ടോമോട്ടീവ് സിലിണ്ടർ, ബ്രേക്ക് ഡ്രം, ആക്സിൽ, ക്ലച്ച് പ്ലേറ്റ്, ഇവിടെയൊക്കെയാണ് നമ്മൾ സൂപ്പർ ഫിനിഷിംഗ് ചെയ്യുന്നുണ്ട്. ഈ സൂപ്പർ ഫിനിഷിംഗിനകത്ത് വരുന്ന വേറൊരു മെത്തേഡാണ് ബഫിംഗ് പ്രോസസ് എന്ന് പറയും. ഇതാണ് ബഫിംഗ് വീല്, ഇത് വർക്ക് പീസ്. ഈ വർക്ക് പീസിൻ്റെ മേലെ ഈ ബഫിംഗ് വീലിൻ്റെ മേളിലുള്ള ഈ ബഫിംഗ് കോമ്പൗണ്ട് ഇവിടെ കാണിക്കുന്നത് മുള്ളു മാതിരി അല്ല, അതിന് പറഞ്ഞ പേരാണ് ബഫിംഗ് കോമ്പൗണ്ട് എന്ന് പറയും. അതായത് ഈ കാണുന്ന ഈ ഭാഗം ഇതാണ് ഇതിന് ബഫിംഗ് കോമ്പൗണ്ട്. അപ്പോൾ എന്താണ്, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്. ഹിയർ ദർ ഈസ് എ ബഫിംഗ് വീൽ. ബഫിംഗ് കോമ്പൗണ്ട്സ് ആർ പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് പെരിഫറി. കണ്ടോ, ബഫിംഗ് കോമ്പൗണ്ട്സ് എവിടെ ഉണ്ടാവുക? ഓൺ ദി പെരിഫറി ഓഫ് ദി ബഫിംഗ് വീൽ. ദിസ് പ്രോസസ് റിമൂവ്സ് വെരി നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഫ്രം ദി വർക്ക് പീസ് ആൻഡ് പ്രൊവൈഡ് റോയൽ ഫിനിഷിംഗ്. ഇതാണ് ബഫിംഗ് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഹോണിങ്ങുമായിട്ട് മറ്റേ ബ്രോച്ചിങ്ങിൻ്റെ നോട്ട്സ്. നിങ്ങൾക്ക് വേണം കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്ലോസപ്പിൽ എടുക്കുന്നത്. ബ്രോച്ചിങ് ഉണ്ടല്ലേ, ഇത് നോക്കിയിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കണം. എന്താണ് ഗ്ലേസിങ്, എന്താണ് ലോഡിങ്,
glazing and loading. Wheel loading. Wheel loading can be defined as the while performing machining operation, the particles of workpiece material adhere ADHERE in the space between the abrasive grains on the grinding wheel, which results the loading of grinding wheel. Thus, cutting efficiency increases and grinding wheel efficiency also increases. The honing in the statement കാര്യങ്ങളൊക്കെ നോക്കുക. ഹോണിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലാപ്പിങ്, സൂപ്പർ ഫിനിഷിങ്, അതിൻ്റെ ഫിഗർ. ദെൻ ഇവിടെ ഗ്യാപ്പില്ല, അത് കണ്ടിന്യൂഷനാണ് കേട്ടോ. ഇവിടെ ഗ്യാപ്പില്ല, കണ്ടിന്യൂഷനാണ്. പിന്നെ എന്താണ് ബഫിംഗ് പ്രോസസ്സ്. It is a type of super finishing process. Here there is a buffing wheel. Buffing compounds are provided on its periphery of buffing wheel. This process removes very negligible amount of material from the workpiece and provide a royal finishing. Okay, ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്.